ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. യേശുവിൽ സ്നേഹമുള്ളവരെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 17-ാമത്തെ അധ്യായത്തിൽ ഈശോ നടത്തുന്ന മനോഹരമായിട്ടുള്ളൊരു പ്രാർത്ഥന, എത്ര പ്രാവശ്യം അത് നമുക്ക് വായിച്ച് പ്രാർത്ഥിച്ചാലും ഒരിക്കലും മടുപ്പ് തോന്നാത്ത ഒരു പ്രാർത്ഥനയാണത്. 3 വർഷം പ്രിയപ്പെട്ട ശിഷ്യന്മാരെ കൂടെ കൊണ്ട് നടന്ന് പഠിപ്പിച്ച് പരിശീലിപ്പിച്ച് ഒരുക്കി അവരെ തയ്യാറാക്കി ലോകം മുഴുവനും സുവിശേഷം പങ്കുവെച്ചു കൊടുക്കാനുള്ള എല്ലാ ദൗത്യവും ഏൽപ്പിച്ചു കൊടുത്ത് പിതാവിൻ്റെ അടുത്തേക്ക് പോകാറായി എന്ന് ബോധ്യമായപ്പോൾ ഈശോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. ഈ 3 വർഷവും അവർക്ക് കൊടുത്ത സ്നേഹവും അവരെ പരിശീലിപ്പിച്ചതുമൊക്കെ എന്തിനു വേണ്ടിയായിരുന്നുവെന്നും അതൊരിക്കലും ആ കൃപകൾ നഷ്ടപ്പെട്ടു പോകാതെ അവരെ സഹായിക്കണേ എന്നും ആത്മാർത്ഥമായി ഈശോ പ്രാർത്ഥിക്കുകയാണ്. പിതാവേ എന്ന് വിളിച്ചിട്ടാണ് പ്രാർത്ഥിക്കണത്. ഈശോയ്ക്കും പിതാവിനും തമ്മിലുള്ള വലിയൊരു ബന്ധം അവിടെ കാണുകയാണ്. ആ പിതൃത്വത്തെ അംഗീകരിച്ച് പറയുകയാണ് ഈശോ. വലിയൊരു സ്നേഹവും വലിയൊരു വിധേയത്വവും വലിയൊരു അനുസരണവും ഈശോയുടെ ഭാഗത്തുണ്ടായിരുന്നു പിതാവിൻ്റെ അടുത്ത്. അപ്പോൾ ഈശോ പിതാവ് ആരെയൊക്കെ ഈശോയ്ക്ക് കൊടുത്തുവോ, ആരുടെയൊക്കെ കാര്യങ്ങളിൽ ഈശോ വ്യാപൃതനാകേണ്ടതുണ്ടോ അത് മുഴുവൻ വ്യക്തമാക്കി കൊടുത്തിട്ട് വെളിപ്പെടുത്തി കൊടുത്തിട്ട് അവരുടെ കൂടെ നടന്ന് അവരെയൊക്കെ സഹായിച്ചിട്ട് ഈശോയെ തിരിച്ചു വിളിക്കാൻ സമയമായപ്പോൾ ഈശോ അവരെ ഹൃദയത്തിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുകയാണ്. ഇവരെ എന്നും ഐക്യത്തിൽ നിലനിർത്തണം, ഇവരുടെ സന്തോഷം എന്നും പൂർണ്ണതയിൽ പരിശീലിപ്പിക്കണം, ഇവരെ എന്നും ദുഷ്ടനിൽ നിന്ന് കാത്തുകൊള്ളണം, ഇവരെന്നും ഒന്നായി തന്നെ മുന്നേറണം. എത്രയോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈശോ പ്രാർത്ഥിക്കണത്. ഈശോ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ പല ആവർത്തി പറയുന്ന 2-3 വാക്കുകളുണ്ട്. അങ്ങ് എനിക്ക് തന്നവർക്ക് വേണ്ടി, അങ്ങ് എനിക്ക് തന്നവർക്ക് വേണ്ടി. ഈശോ ആ ഒരു 3 വാക്ക് ഇങ്ങനെ ആവർത്തിച്ച് പറയുമ്പോൾ അതൊന്നുകൂടെ പിന്നെയും നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്കും ഈ ഒരു ചിന്ത വരികയല്ലേ, അങ്ങ് എനിക്ക് തന്നവർക്ക് വേണ്ടി. ഈശോയ്ക്ക് പിതാവ് കൊടുത്തവരാണ് ഈ ശിഷ്യന്മാർ എന്ന് ഈശോയ്ക്ക് ബോധ്യമുണ്ട്. കാര്യം ഈശോ തന്നെ തിരഞ്ഞെടുത്തത് 12 പേരെ പേര് ചൊല്ലി വിളിച്ചു. മലമുകളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവരെ ശിഷ്യന്മാരെ 12 പേരെ വിളിച്ച് പേര് ചൊല്ലി വിളിച്ച് അവരെ മാറ്റി നിർത്തുകയാണ്. വലിയൊരു ഉത്തരവാദിത്വം അവരെ ഏൽപ്പിക്കാൻ ഒരുങ്ങുകയാണ്. ഈശോ തന്നെ തിരഞ്ഞെടുക്കുന്നതും വിളിക്കുന്നതും എങ്കിലും പിതാവിൻ്റെ ഒരു വലിയ ഇടപെടൽ അവിടെ ഉണ്ടെന്ന് ഈശോയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഈശോ ആ വലിയൊരു ബോധ്യം ഏറ്റുപറയുകയാണ്. അങ്ങ് എനിക്ക് തന്നവർക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 17-ാമത്തെ അധ്യായത്തിൽ ആവർത്തിച്ച് നമ്മൾ കാണുന്നതാണ് അങ്ങ് എനിക്ക് തന്നവർക്ക് വേണ്ടി. ചിലപ്പോഴൊക്കെ നമ്മൾ ഓർക്കും, ഈ വീട്ടിൽ വേണ്ടായിരുന്നു, ഈ സ്ഥലത്ത് വരാനേ പാടില്ലായിരുന്നു, ഈ ജോലിയിൽ എങ്ങനെ കയറി പറ്റിയാവും, എങ്ങനെയെങ്കിലും ഒന്ന് ഇവിടുന്ന് പോയാൽ മതി, ഇതെന്തൊരു കഷ്ടപ്പാടാണ് കർത്താവേ പറഞ്ഞിട്ടില്ലേ. ചിലപ്പോഴൊക്കെ ഈശോ പ്രാർത്ഥിച്ച പ്രാർത്ഥന നമ്മുടെ മനസ്സിലുണ്ടാകുന്നത് നല്ലതാണ്. അങ്ങ് എനിക്ക് തന്നവർ, അങ്ങ് എനിക്ക് സമ്മാനിച്ചവർ, അങ്ങ് എൻ്റെ കൈകളിൽ ഏൽപ്പിച്ചവർ ജീവിത പങ്കാളിയാവും, മക്കളാവും, മാതാപിതാക്കളാവും, സഹോദരങ്ങളാവും, സുഹൃത്തുക്കളാവും, അല്ലെങ്കിൽ സഹപ്രവർത്തകരാവും, അധികാരികളാവും, വൈദികരാകാം, സിസ്റ്റേഴ്സാകാം, ആരും ആകട്ടെ അവരെയെല്ലാം എൻ്റെ കർത്താവ് എനിക്ക് തന്നവരാണ്. മറ്റുള്ളവർക്കല്ല, എനിക്ക് എൻ്റെ കർത്താവ് തന്നവരാണ് ഈ പ്രിയപ്പെട്ടവരെ എല്ലാം. എൻ്റെ അയൽപക്കത്ത് താമസിക്കുന്നവരും എനിക്ക് കർത്താവ് തന്നവരാണ്. എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരും എനിക്ക് കർത്താവ് തന്നവരാണ്. എന്നെ സങ്കടപ്പെടുത്തുന്നവരും എനിക്കെതിരെ പദ്ധതികൾ ആവിഷ്കരിക്കുന്നവരും എനിക്കെതിരെ ചിന്തിക്കുന്നവരും എന്നെ തകർക്കാൻ പരിശ്രമിക്കുന്നവരും അവരെയും എൻ്റെ ദൈവം എനിക്ക് തന്നവരാണ്. ഒരു സംശയവും ആ കാര്യത്തിലില്ല. സത്യമല്ലേ? ഓർത്തു നോക്കിയേ, ഈശോ 12 പേരെ തിരഞ്ഞെടുത്തിട്ട് ഈശോയ്ക്ക് അറിയാമായിരുന്നു 12 പേരും ഒരുപോലെ ഈശോയുടെ കൂടെ നിൽക്കുമെന്ന്. അത് ഈശോയ്ക്ക് അറിയാം, ഇവർ നിൽക്കില്ല എന്ന് നല്ല ബോധ്യമുണ്ട്. ഈ 12 പേര് ഇട്ടിട്ട് പോകുമെന്നും ഇവരെല്ലാവരും ആകുന്ന പോലെ വേദനിപ്പിക്കുമെന്നും ഈശോയ്ക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു.
തിരഞ്ഞെടുക്കുന്ന സമയത്ത് യൂദാസിനെ കുറിച്ചൊക്കെ വളരെ ബോധ്യമുണ്ട്. ഇവനാണ് നമ്മുടെ പാർട്ടിയിൽ നിന്നും 3 കൊല്ലങ്ങൾക്ക് ശേഷം ഈ യൂദാസാണ് സകല പ്ലാനുകളും ഇനി ഫോം ചെയ്യാൻ പോണേന്നും എല്ലാം ഭംഗിയായിട്ട് ഈശോയ്ക്ക് അറിയാം. വലിയൊരു വഞ്ചനയിലേക്ക് ഈ യൂദാസ് നയിക്കുമെന്ന് ഈശോയ്ക്ക് നല്ല ഉറപ്പുണ്ട്. പത്രോസിൻ്റെ കാര്യമോ, ഗുരുവിനെ നിഷേധിക്കുന്ന സ്വഭാവം ഇവനിൽ അന്തർലീനമായിട്ട് കിടപ്പുണ്ടെന്ന് ഈശോയ്ക്ക് അറിയാം. എന്നിട്ടും പത്രോസിനെ വിളിക്കുകയാണ്. പത്രോസിനെ മാറ്റി നിർത്തുന്നില്ല, പത്രോസിനെ കൂടെ കൊണ്ട് നടക്കുകയാണ്. എല്ലാം അറിഞ്ഞിട്ടും തോമാസ് സ്ലീഹായ്ക്കാണെങ്കിലോ സംശയമാണ്, എന്തിനും സംശയം. അല്ലേലും നിങ്ങൾക്ക് എന്നോട് സ്നേഹമില്ല, അല്ലേലും നിങ്ങൾ അങ്ങനെയാണ്. സംശയ മനോഭാവത്തിലുള്ള സഹോദരങ്ങളെ കണ്ടിട്ടില്ലേ? എന്ത് ചെയ്താലും സംശയമാണ്, എങ്ങനെ സ്നേഹിച്ചാലും സംശയമാണ്. അങ്ങനെ സംശയമുള്ള ഒരു പണ്ടും ഉണ്ടായിരുന്നു, ഈശോയുടെ കാലത്തും ഉണ്ടായിരുന്നു. നമ്മുടെ തോമാസ് സ്ലീഹ കണ്ടാലേ വിശ്വസിക്കത്തുള്ളൂ. ചില കാര്യങ്ങൾ കണ്ടാൽ പോലും അങ്ങനെയാണോ, അയ്യോ അത് വിശ്വസിക്കേണ്ടതുണ്ടോ, ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, വിശ്വസിക്കുകയല്ല. തോമാസ് സ്ലീഹ വിശ്വസിക്കാത്ത, അല്ലെങ്കിൽ ചില കാര്യങ്ങളിലെങ്കിലും ഈ സംശയ മനോഭാവമൊക്കെ തോമാസ് സ്ലീഹയ്ക്ക് ഉണ്ടായിരുന്നു. സ്വഭാവത്തിൻ്റെ വൈകല്യങ്ങളും പ്രത്യേകതകളും ഒരുപാട് അവർക്ക് പ്രതികൂലമായിട്ട് നിന്നിരുന്നു എങ്കിലും ഈശോ അതൊന്നും ഗണ്യമാക്കിയില്ല. അതിനെ ഒന്നും ഈശോ വലിയ കാര്യമായിട്ട് കണ്ടില്ല. ഇവരെ 12 പേരെയും ചങ്കോട് ചേർത്ത് പിടിച്ച് ഈശോ നടക്കുകയാണ്. എവിടെ പോയാലും ഇവർ 12 പേരുണ്ട്. ഇവർ ഊണിലും ഉറക്കത്തിലൊക്കെ ഈശോയുടെ കൂടെയുണ്ട്. ഏത് അത്ഭുതം ചെയ്താലും പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, ഇവർ 3 പേരില്ലാത്ത അത്ഭുതങ്ങളില്ല. ഇവർ കൂടെ ഇല്ലാത്ത ഒരു അടയാളവും ഈശോ ചെയ്തിട്ടില്ല. അത്രയും സ്നേഹത്തോടെ ഈ 3 പേരെയും കൊണ്ട് നടന്നിട്ട് 12 പേരിൽ ബാക്കി 9 പേരും പോട്ടെ, അവസാനം ഈ 3 പേരെങ്കിലും ഇല്ല, അവരും നിന്നില്ല, അവരും പോയി. ഈശോ ഇതൊക്കെ മുന്നേ അറിഞ്ഞിട്ട് തന്നെയാണ് ഈ 17-ാമത്തെ അധ്യായത്തിൽ പിതാവിനോട് പ്രാർത്ഥിക്കുക, പിതാവേ അങ്ങ് എനിക്ക് തന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്, അങ്ങ് എനിക്ക് തന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പിതാവേ, ഞാൻ അങ്ങയിലും അങ്ങ് എന്നിലും ആയിരിക്കുന്ന പോലെ ഇവർ നമ്മിൽ ഒന്നായിരിക്കേണ്ടതിന് ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഐക്യം ഇവരിൽ ഉണ്ടാകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോ പറയാൻ പിതാവിനോട് ഐക്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കുടുംബത്തിൽ 3-4 പേരേ ഉള്ളൂവെങ്കിലും ഒരു 30 പേര് തമ്മിലുണ്ടാകുന്ന വഴക്ക് ചിലപ്പോൾ ഉണ്ടാവും. 3-4 പേരേ ഉള്ളൂവെങ്കിലും ആശയപരമായിട്ടും പിന്നെന്താണ് പ്രവൃത്തി പദങ്ങളിലാണെങ്കിലും ചിലപ്പോഴൊക്കെ വലിയ അകൽച്ചയും ഇഷ്ടക്കേടും 4 പേര് 40 പേരുടെ ഫലം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങളൊക്കെ ചിലപ്പം ചില ഭവനങ്ങളിൽ കാണാൻ സാധ്യതയുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഐക്യത്തിൽ നിലനിർത്തണമെന്ന് ഈശോ പ്രാർത്ഥിച്ചുവെങ്കിൽ, ഈശോ പോലും അങ്ങനെ പ്രാർത്ഥിച്ചുവെങ്കിൽ നമ്മളൊക്കെ എത്രയോ അധികം പ്രാർത്ഥിക്കണം. നമ്മളൊക്കെ എത്രയോ അധികം പ്രാർത്ഥിക്കണം ഈ ഐക്യത്തിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയാവോ? അങ്ങ് എനിക്ക് തന്നവർ, ആ ബോധ്യം മറന്നേക്കല്ല്, ആ ചിന്ത മറന്നേക്കല്ല്. അങ്ങ് എനിക്ക് തന്നവർ, ഈ ജീവിത പങ്കാളിയെ കർത്താവ് തന്നെ തന്നതാട്ടോ, സംശയം വേണ്ട. ഈ ജീവിത പങ്കാളിയെ കർത്താവ് തന്നെ നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതാണ്. എന്തിനാണെന്നറിയോ? ഈ വ്യക്തിയെ നേടിയെടുക്കാൻ, ഈ വ്യക്തിയെ രക്ഷിച്ചെടുക്കാൻ, ഈ വ്യക്തിയെ ആശ്വസിപ്പിക്കാൻ, ഈ വ്യക്തിയെ സുഖപ്പെടുത്താൻ, ഈ വ്യക്തിക്ക് ധൈര്യം കൊടുക്കാൻ നിൻ്റെ കയ്യിലേക്ക് കർത്താവ് ഏൽപ്പിച്ചു തന്നതാണ്. ഈ മക്കൾ നന്നായിട്ട് പഠിക്കുന്ന മക്കളാവും, മിടുക്കരാവും, ഒരു പക്ഷേ നന്നായിട്ട് ഡാൻസ് ചെയ്യും, നന്നായി പാട്ട് പാടും, സ്പോർട്സ് ഐറ്റംസിലൊക്കെ നല്ല മികവുറ്റ സേവനം കാഴ്ചവെക്കുന്നവരാണ്. അത്രയും മിടുക്കരാണ് അവർ. കർത്താവ് തന്നതാട്ടോ, നിൻ്റെ ദൈവം നിനക്ക് സമ്മാനിച്ചവരാ അവരെ. ചില മക്കൾ എഴുതാൻ അറിയത്തില്ല, വായിക്കാൻ അറിയത്തില്ല, ബുദ്ധിക്ക് മാന്ദ്യമുണ്ട്, അല്ലെങ്കിൽ അംഗവൈകല്യമുണ്ട്, അല്ലെങ്കിൽ ചെറിയ മാനസിക പ്രശ്നങ്ങളുണ്ട്. കർത്താവ് തന്നതാട്ടോ ഈ മക്കളെ, കർത്താവ് തന്നതാണ്. ഒരിക്കലും നിരാശപ്പെട്ടേക്കല്ലേ, ഒരിക്കലും. പല മാതാപിതാക്കളെയും ഞാൻ കണ്ടിട്ടുണ്ട്, അംഗവൈകല്യമുള്ള ബുദ്ധിമാന്ദ്യമുള്ള മക്കളെ വളർത്തുമ്പോൾ അവർ നിറഞ്ഞ മനസ്സോടെ പറയണത്, ഈ കൊച്ച് ഞങ്ങളുടെ വീട്ടിലൊരു മാലാഖയാണ്, ഞങ്ങളുടെ വീട്ടിൽ ദൈവം കൊണ്ടുവരുന്ന, ദൈവം തരുന്ന സന്തോഷത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ഞങ്ങളെ നയിക്കുന്ന ഒരു കൊച്ചു മാലാഖയാണ്, കുഞ്ഞു മാലാഖയാണ്, വിശുദ്ധനായ മാലാഖയാണ് പറയുന്ന അനേകരെ കണ്ടിട്ടുണ്ട്. നല്ല രീതിയിൽ അവരെടുത്തു. എങ്ങനെയാണ് എടുക്കാൻ പറ്റിയത്? ഒറ്റ ബോധ്യമേ ഉള്ളൂ, കർത്താവ് എനിക്ക് തന്നതാണ്, ഈ കൊച്ചിനെ കർത്താവ് എനിക്ക് തന്നതാണ്, ഈ ജോലി, ഈ സാഹചര്യം, ഇത് കർത്താവ് എനിക്ക് തന്നതാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരിക്കലും മറന്നു പോയേക്കല്ല, ഇത് കർത്താവ് സമ്മാനിച്ചതാണെന്ന് മറന്നു പോയേക്കല്ല. നിന്നെ കുത്തുവാക്ക് പറഞ്ഞ് വേദനിപ്പിക്കുന്ന വ്യക്തിയും കർത്താവ് നിനക്ക് സമ്മാനിച്ചതാണ്. ഒത്തിരി സ്നേഹം കൊണ്ട് പൊതിയുന്ന ഒരു സുഹൃത്തിനെ നിനക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ കർത്താവ് സമ്മാനിച്ചതാണ്, നീ നേടിയെടുത്തതല്ല, അത് കർത്താവ് സമ്മാനിച്ചതാണ്. അവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കാൻ ഒരു വലിയ പ്രേരണ കർത്താവ് ഈ സമയം നമുക്ക് തരികയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ ഓർക്കുന്നു, ഒരു സഹോദരൻ, ഒരു 75 വയസ്സ് പ്രായമൊക്കെ തോന്നിക്കും. ഈ സഹോദരനും ഭാര്യയും കൂടെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ധ്യാന സെൻറ്ററിലേക്ക് ഒരു ദിവസം വരികയാണ്.
ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് വന്നിരുന്നിട്ട് പറഞ്ഞു, സിസ്റ്ററെ ഒറ്റയ്ക്കൊന്നും കാണണ്ട, ഞങ്ങൾക്ക് ഒരുമിച്ച് പറയാനേ ഉള്ളൂ, എല്ലാ കാര്യവും ഞങ്ങൾക്ക് പരസ്പരം അറിയാം, ഞങ്ങൾക്ക് ഒരുമിച്ച് ഷെയർ ചെയ്താൽ മതി, ഞങ്ങൾക്ക് ഒരുമിച്ച് സിസ്റ്റർ പ്രാർത്ഥിച്ചാൽ മതി. സന്തോഷമായി. രണ്ടുപേരും ഒരുമിച്ചിരുന്നു. ഇവർ ഈ അപ്പച്ചൻ എന്നോട് പറയാൻ, ഇവളുടെ കൈ അല്പം പോലും ഉയർത്താൻ പറ്റുകയില്ല, കൈക്ക് വലിയ വേദനയാണ്, കൈയുടെ ബലമൊക്കെ പോയി സിസ്റ്ററെ. ഞങ്ങൾ രണ്ടുപേരും വിവാഹിതരായ അന്ന് മുതൽ വലിയ സ്നേഹത്തോടെയാണ്, ഞങ്ങൾക്ക് പിരിഞ്ഞിരിക്കാൻ പറ്റുകയില്ല, ഒരു ദിവസം ഇവൾ എവിടെയെങ്കിലും പോയാൽ എനിക്ക് അന്ന് ഉറങ്ങാൻ പറ്റുകയില്ല, വലിയ സങ്കടമാണ്, ഒറ്റയ്ക്കായി എന്നൊരു ചിന്തയാണ്. ഞങ്ങൾ എപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ഒരുമിച്ചിരിക്കും, ഒന്നിച്ചാണ് ഞങ്ങൾ വിശ്രമിക്കാൻ രാത്രിയിൽ പോവുക, ഒന്നിച്ചാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുക. അധ്വാനം അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം പാകം ചെയ്യുമ്പോഴാണെങ്കിലും ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ചാണ് ചെയ്യുക. ഒരു വലിയ ഐക്യം കർത്താവ് തന്നിട്ടുണ്ട്. ഈ അടുത്തൊക്കെ ഇവൾക്ക് വസ്ത്രമൊക്കെ സാരിയൊക്കെ ഒന്ന് ഉടുക്കാൻ പോലും പറ്റില്ല, കൈ വേദനയുള്ളത് കൊണ്ട്. സാരി ഉടുക്കാനൊന്നും എനിക്കും വലിയ പിടിപാടില്ല. ഒരു 1/4 മണിക്കൂർ എടുത്തിട്ടൊക്കെയാണ് ഞാൻ ഇവിടെ സാരി കുടിപ്പിച്ചു കൊടുക്കുക. സന്തോഷമുണ്ട് സിസ്റ്ററെ, ഞങ്ങൾക്ക് മക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം, അതിന് വേണ്ടിയിട്ടാണ് വന്നത്. എനിക്ക് ഒത്തിരി അഭിമാനം തോന്നി, സന്തോഷം തോന്നി. എത്രയോ ദമ്പതിമാർ, എത്രയോ വിവാഹിതർ വലിയ സ്നേഹത്തോടും ഐക്യത്തോടും കൂടെ കഴിയുമ്പോൾ എത്രയോ മക്കൾ ഭിന്നതയിൽ അല്ലെങ്കിൽ മനസ്സ് വേദനിച്ച് ഇഷ്ടക്കേടോടെ കഴിയുന്നു. മരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് കഴിയണ എത്രയോ മക്കൾ, ഈ വീട് ഒന്ന് നശിച്ചു പോയായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് മരിച്ചു കിട്ടിയായിരുന്നെങ്കിൽ പറയുന്നവരെ കണ്ടിട്ടില്ലേ? എത്ര പേരുണ്ട് അങ്ങനെ, എത്രയോ കുടുംബങ്ങൾ. പ്രിയമുള്ള സഹോദരങ്ങളെ, കർത്താവാണ് എനിക്ക് തന്നത് ഇവരെ, എനിക്ക് കർത്താവാണ് ഇവരെ തന്നത്. ആ ബോധ്യം ഉണ്ടെങ്കിൽ നമുക്ക് സ്നേഹിക്കാൻ മടിയില്ല, നമുക്ക് ക്ഷമിക്കാൻ മടിയില്ല, സഹിക്കാൻ മടിയില്ല. ഇത് കർത്താവാണ് തന്നെങ്കിൽ കർത്താവ് നേരിട്ട് കയ്യിലേക്ക് ഇതാ മോനെ പിടിച്ചോ, ഇതാ മോളെ പിടിച്ചോ, അങ്ങനെയാണ് പറയണതെങ്കിൽ നമ്മൾ സ്വീകരിക്കല്ലേ. ഈ കാര്യവും ഇങ്ങനെ തന്നെ. കർത്താവ് തന്നതാ ഈ ഭർത്താവിനെ, കർത്താവ് തന്നതാ ഈ മോനെ, കർത്താവ് തന്നതാ ഈ മകളെ. മോനിക്ക പുണ്യവതിയെ ഓർക്കുന്നില്ലേ? എത്ര വർഷമാണ് പ്രാർത്ഥിച്ചത് മോന് വേണ്ടിയിട്ട്? എത്ര വർഷം? ഒരു ദിവസമൊന്നുമല്ല, 2 ദിവസമൊന്നുമല്ല, 2 മാസമല്ല, 2 വർഷമല്ല, എത്ര വർഷം? 38 കൊല്ലത്തോളം ഈ അമ്മ മോന് വേണ്ടി കരഞ്ഞു എന്നാണ് പറയണത്. കരഞ്ഞ് 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 പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അങ്ങ് തന്ന മോൻ, എൻ്റെ മോനല്ല, അങ്ങ് എനിക്ക് തന്ന ഈ മോൻ, അങ്ങ് എനിക്ക് തന്ന ഈ മോൻ, ഇങ്ങനെ പറഞ്ഞിട്ടാണ് കരഞ്ഞുകൊണ്ടിരുന്നത്. ആ മോൻ ഇന്ന് ഏറ്റവും വലിയൊരു വിശുദ്ധനായില്ലേ? സഭയിലെ വലിയൊരു സഭയിലെ പാരംഗതൻ വേദപാരംഗതൻ എന്ന നിലയിലേക്ക് പോലും ഉയർത്തപ്പെട്ടില്ലേ? എത്ര വലിയൊരു കൃപയിലേക്കാണ് ആ അമ്മയുടെ പ്രാർത്ഥന സ്വീകരിക്കപ്പെട്ടത്. നീ പറയുന്ന ഓരോ പ്രാർത്ഥനയും, നിൻ്റെ അധരങ്ങൾ ഉരുവിടുന്ന ഓരോ പ്രാർത്ഥനയും സ്വർഗം മാനിക്കും കേട്ടോ. സ്വർഗം അതിനെ വലിയ വിലയായി കാണും, സ്വർഗം അതിനെ അംഗീകരിക്കും. നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാൻ സ്വർഗം കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് മനസ്സിൽ ആത്മാർത്ഥമായിട്ട് വേണം പ്രാർത്ഥിക്കാൻ, ആത്മാർത്ഥമായിട്ട് വേണം പ്രാർത്ഥിക്കാൻ. എന്ത്? ദൈവമേ, അങ്ങ് എനിക്ക് തന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ. അവരുടെ ജീവിതത്തിൽ ഐക്യം ഉണ്ടാകണം, അവരുടെ ജീവിതത്തിൽ ഐക്യം ഉണ്ടാകണം. നമുക്കറിയാലോ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ത്രിത്വേക ദൈവത്തിൽ അവർക്ക് തമ്മിലുള്ള ഐക്യം, സ്നേഹം, അതൊരിക്കലും ആർക്കും നഷ്ടപ്പെടുത്താൻ പറ്റില്ല, ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പറ്റില്ല. അവരുടെ തമ്മിൽ ഒരു സമ്പൂർണ്ണമായ കൊടുക്കലും വാങ്ങലുമാണ്. എൻ്റേതും നിൻ്റേതെന്നൊന്നും പറയാൻ അവിടെ ഇല്ല. അവർ തമ്മിൽ, ഈ 3 പേര്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് തമ്മിൽ ഒരു സമ്പൂർണ്ണമായ ഐക്യത്തിൻ്റെ ഒരു സമർപ്പണത്തിൻ്റെ ഐക്യം നമ്മളവിടെ കാണുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ഒരു ഐക്യം തന്നെയാണ് ഇന്ന് വിശ്വസിക്കുന്ന നമ്മളിൽ എല്ലാവരിലും ഉണ്ടാകേണ്ടത്. ആഴത്തിലുള്ളൊരു ഐക്യം, ഒരാൾക്കും നഷ്ടപ്പെടുത്താൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഐക്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണമെന്ന് കർത്താവ് നമ്മളെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. ഐക്യം നഷ്ടപ്പെട്ടാൽ പ്രാർത്ഥനയുടെ ശക്തിയും കുറയും. ഐക്യം നഷ്ടപ്പെട്ടാൽ പിന്നെ പ്രാർത്ഥിക്കാൻ ഉണർവ് തോന്നുകയില്ല. വീട്ടിൽ ഒരു 5-6 പേരുണ്ടെങ്കിൽ ഒരാളൊന്ന് പിണങ്ങിയാൽ മതി, ഒരാളൊരു ഇഷ്ടക്കേട് കാണിച്ചാൽ മതി, പിന്നെ ആ വീട്ടിൽ പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന നല്ല രീതിയിൽ നടക്കുകയില്ല. അവിടെ പിന്നെ ചെറിയ രീതിയിൽ മുഖം വാട്ടമായി, പിന്നെ സങ്കടമായി, പിന്നെ കരച്ചിലായി, പിന്നെ പറച്ചിലായി, പിന്നെ ഭക്ഷണം കഴിക്കാതിരിക്കും. അങ്ങനെ 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 അങ്ങ് അതിൻ്റെ പരമ്പര നീണ്ടുപോകും. എത്രയോ അവസരങ്ങളിൽ നല്ല ദൈവം നമ്മളെ താങ്ങിപ്പിടിച്ച്, നമ്മളെ സ്നേഹിച്ച് കൈകളിൽ എടുത്തുകൊണ്ട് നടന്നിട്ടുണ്ട്. അങ്ങ് എനിക്ക് തന്നവർക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഈശോ പറയുക, അങ്ങ് എനിക്ക് തന്നവർക്ക് വേണ്ടി. ഇനി 13-ാമത്തെ വചനത്തിൽ കർത്താവ് ഇങ്ങനെ പറയുന്നു, ലോകത്തിൽ എൻ്റെ സന്തോഷം അതിൻ്റെ പൂർണ്ണതയിൽ അവർക്കുണ്ടാകേണ്ടതിനാണ് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവരുടെ സന്തോഷം, ഏതൊരു സന്തോഷത്തിലേക്ക് പ്രിയപ്പെട്ട ജനം കടന്നു വന്നിട്ടുണ്ടോ, അവരുടെ സന്തോഷം അതിൻ്റെ പൂർണ്ണതയിലെത്തണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, മനസ്സിൽ സന്തോഷം തരേണ്ടത് കർത്താവ് തന്നെയാണ്. നേടിയെടുക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. എത്ര
എത്ര സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയുണ്ടെങ്കിലും, എത്ര സമൂഹത്തിൽ ഉന്നത സ്ഥാനമുണ്ടെങ്കിലും, ഉള്ളിൻ്റെ ഉള്ളറകളിൽ സമാധാനം അനുഭവിക്കണമെങ്കിൽ, സന്തോഷം അനുഭവിക്കണമെങ്കിൽ നമുക്ക് ആ സാന്നിധ്യം കിട്ടിയേ പറ്റൂ. നമുക്ക് ആ സാന്നിധ്യത്തിൽ വളരാൻ സാധിച്ചാലേ പറ്റത്തുള്ളൂ. അപ്പോൾ എപ്പോഴും മനസ്സിലുണ്ടായിരിക്കേണ്ട ഒരു പ്രാർത്ഥന, അങ്ങ് എനിക്ക് തന്നവർ. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ജീവിതത്തിൽ ഒരു സംഭവം ഉണ്ടായി. വിശുദ്ധ അത്രയധികം പ്രാവശ്യമൊന്നും സ്വന്തം വീട്ടിലേക്ക് പോകാൻ ആഗ്രഹിച്ചിട്ടുമില്ല, അതിന് തയ്യാറെടുത്തിട്ടുമില്ല. സഭയിൽ ജീവിതം ആരംഭിച്ചു കഴിഞ്ഞ അന്ന് മുതൽ പൂർണ്ണമായും കർത്താവിനെ അങ്ങ് വിട്ടുകൊടുക്കാൻ, ഒരുപാട് സ്നേഹിച്ചവരെയൊക്കെ ബലി കഴിക്കണം, അബ്രഹാം ഇസഹാക്കിനെ കൊടുക്കാൻ ബലി കഴിക്കാൻ കൊണ്ടുപോയ പോലെ ഫൗസ്റ്റീനയുടെ ജീവിതത്തിൽ മാതാപിതാക്കളെയും സഹോദരങ്ങളെയൊക്കെ ഒരു ബലിയായിട്ട് സമർപ്പിക്കുകയാണ്. അവരെ കുറിച്ച് ഓർക്കുമ്പോൾ, അവരെ കാണണമെന്ന് തോന്നുമ്പോൾ, അവരോട് സംസാരിക്കണമെന്ന് തോന്നുമ്പോൾ, അതൊക്കെ ഒരു ബലിയായിട്ട് ഈ ഫൗസ്റ്റീന കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കുകയാണ്. അങ്ങനെ സമൂഹത്തിൽ സമർപ്പണ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വാർത്ത കിട്ടുകയാണ്. പ്രിയപ്പെട്ട അമ്മച്ചി രോഗബാധിതയാണ്, മരണസന്നയായിട്ട് കിടക്കുന്നു, കാണാൻ താല്പര്യമുണ്ട് എന്നുള്ളൊരു വാർത്ത കിട്ടുകയാണ്. ഏകദേശം 10 വർഷത്തോളമായിട്ട് ഈ ഫൗസ്റ്റീന സ്വന്തം വീട്ടിൽ പോയിട്ടില്ല. സമയം കിട്ടാറില്ലായിരുന്നു, ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഉള്ളതുകൊണ്ട് ഫൗസ്റ്റീന അങ്ങനെ പോയിട്ടില്ലായിരുന്നു. ഈ 10 വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ സ്വന്തം വീട്ടിലേക്ക് പോകാൻ ഒരു ചാൻസ് കിട്ടുക. കാര്യം ഇത്രയും വർഷങ്ങളായെങ്കിലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു, അവരോട് മനസ്സിൽ വലിയൊരു സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഫൗസ്റ്റീന വീട്ടിലെത്തിയതുകൊണ്ട് അവിടെയുള്ള എല്ലാവർക്കും ഒരു വലിയ തിരുനാൾ പോലെയായിരുന്നു. ഒരുപാട് പേര് ഫൗസ്റ്റീനയെ കാണാൻ വീട്ടിലേക്ക് വരും. ചില ദിവസങ്ങളിലൊക്കെ അവളുടെ ഡയറിയിൽ എഴുതി വെച്ചിട്ടുള്ളത് 25 പേരൊക്കെ ഒരു ദിവസം ചിലപ്പോൾ കാണാൻ വരുമായിരുന്നു. ഫൗസ്റ്റീനയെ കാണാൻ, ഒന്ന് അനുഗ്രഹം വാങ്ങാൻ, ഒന്ന് കാര്യങ്ങൾ പങ്കുവെക്കാൻ, ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയാൻ, അതിനൊക്കെ വേണ്ടിയിട്ടാണ്. അങ്ങനെ ചിലപ്പോൾ 25 പേരൊക്കെ ഒരു ദിവസം വരും. എന്ന് പറഞ്ഞാൽ അത്രയും തിരക്കായിരുന്നു. വീട്ടിൽ പോയിട്ട് പോലും സ്വന്തമായിട്ടൊന്ന് ഇരിക്കാനോ സ്വസ്ഥമായിട്ടിരിക്കാനോ ഒന്നും പറ്റിയിട്ടില്ല. പലപ്പോഴും ഈ ഫൗസ്റ്റീന തിരക്കൊക്കെ വരുമ്പോൾ ഇങ്ങനെ ചെയ്യുമായിരുന്നു. ആരും അറിയാതെ പതുക്കെ സൂത്രത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പൂന്തോട്ടത്തിൽ പോയിട്ട് ഒറ്റയ്ക്ക് പോയി നിൽക്കും. ഈശോയോട് സംസാരിക്കാനാണ്. കാരണം ഇത്രയും നേരം വീട്ടിലുള്ളവരോട് സംസാരിച്ച് വലിയൊരു ക്ഷീണം പോലെയായി. എന്നാൽ പിന്നെ ഈശോയോട് ഇച്ചിരി നേരം വർത്താനം പറയട്ടെ എന്നും പറഞ്ഞിട്ട് പൂന്തോട്ടത്തിൽ പോയിട്ട് ഫൗസ്റ്റീന നിൽക്കുകയാണ്. അവിടെ ഇങ്ങനെ കണ്ണുമടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മിക്ക ദിവസങ്ങളിലും ആരെങ്കിലും വന്ന് തോണ്ടി വിളിച്ചിട്ട് പറയും, വീട്ടിലേക്ക് വായോ, അവിടെ ഇന്ന ആൾ കാണാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഫൗസ്റ്റീനയ്ക്ക് സത്യം പറഞ്ഞാൽ സ്വസ്ഥമായിട്ടൊന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. അത്രയും തിരക്കിൽ ഫൗസ്റ്റീന പെട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഈ ഫൗസ്റ്റീന വീട്ടിൽ പോയി മഠത്തിലേക്ക് തിരിച്ചെത്തി. എല്ലാവർക്കും സന്തോഷം, അമ്മച്ചിക്കൊക്കെ വലിയ സന്തോഷമായി, സഹോദരങ്ങൾക്കൊക്കെ സന്തോഷം. ഈശോ വന്നിട്ട് അടുത്ത് വന്ന് നിൽക്കുകയാണ് ഫൗസ്റ്റീനയുടെ അടുത്ത്. അപ്പോൾ ഫൗസ്റ്റീന ഓർത്തു, ഈശോയ്ക്ക് സങ്കടമായിട്ടുണ്ടാവും, ഞാൻ പ്രാർത്ഥിച്ചില്ലല്ലോ, അധിക സമയവും ഞാൻ വീട്ടുകാരുടെ കൂടെ കളിയും ചിരിയൊക്കെ ആയിരുന്നല്ലോ, ഈശോ എന്നാണാവോ പറയാൻ പോകുന്നത്? ഫൗസ്റ്റീനയുടെ മനസ്സിൽ പല ചിന്തകളായി. ഈശോ എന്നാ പറഞ്ഞതെന്നറിയോ? ഈശോ പറഞ്ഞത് ഇങ്ങനെയാണ്, മോളെ, ഞാൻ നിന്നെ അഭിനന്ദിക്കുകയാണ്, എനിക്ക് സന്തോഷമുണ്ട് നീ ചെയ്ത കാര്യത്തിൽ. ഫൗസ്റ്റീനയ്ക്ക് ആകാംക്ഷ, ഇതെന്നാണോ ഇങ്ങനെ പറയണത്, മനസ്സിലാകുന്നില്ലല്ലോ. ഇവളിങ്ങനെ മനസ്സിൽ ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ ഈശോ വീണ്ടും പറയാണ്, ഫൗസ്റ്റീന, നീ നിൻ്റെ വീട്ടിലുള്ളവരോടൊക്കെ ആരൊക്കെ നിൻ്റെ അടുത്തേക്ക് വന്നുവോ അവരോടൊക്കെ നീ എന്നെക്കുറിച്ച് പറഞ്ഞില്ലേ, അവരോടൊക്കെ നീ എന്നെ സ്നേഹിക്കണമെന്ന് പറഞ്ഞില്ലേ, എനിക്കതിൽ വലിയ സംതൃപ്തിയായി, എനിക്കതിൽ വലിയ സമാധാനമായി. നീ എൻ്റെ അടുത്ത് അധിക സമയം ഇരുന്നില്ലെങ്കിലും ആ മക്കളൊക്കെ എന്നെ ഈശോയെന്ന് വിളിക്കാനും ആ മക്കൾക്കൊക്കെ എന്നോടുള്ളൊരു സ്നേഹം ഹൃദയത്തിൽ സ്വന്തമാക്കാനും ഇന്നത്തെ ദിവസം കാരണമായില്ലേ, നീ അതിനവരെ സഹായിച്ചില്ലേ, ഞാൻ അതുകൊണ്ട് നിന്നെ അഭിനന്ദിക്കുകയാണ്, എനിക്ക് സന്തോഷമുണ്ട്, സംതൃപ്തിയുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ ഫൗസ്റ്റീന കർത്താവിൻ്റെ മുൻപിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, അങ്ങ് എനിക്ക് തന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്, അങ്ങ് എനിക്ക് തന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആരെയാണ് തന്നിട്ടുള്ളതെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഏതവസ്ഥയിലാണ് എനിക്ക് കർത്താവ് തന്നിട്ടുള്ളതെന്ന് വളരെ കൃത്യമായിട്ട് നമുക്കറിയാം. കർത്താവ് തന്ന ആ വ്യക്തിയെ നിരന്തരം കർത്താവിൻ്റെ കൈകളിൽ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയുന്നു എങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് വലിയ കൃപകൾ നിറയപ്പെടുകയാണ്, നമ്മുടെ ജീവിതത്തിലേക്ക് വലിയൊരു അഭിഷേകം നിറയപ്പെടുകയാണ്. അങ്ങ് എനിക്ക് തന്നവർക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്, അവരുടെ സന്തോഷം പൂർണ്ണമാകണം. അവർക്ക് കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ മാത്രം പോരാ, വലിയ സന്തോഷം അതിൻ്റെ പൂർണ്ണതയിൽ ഉണ്ടാകാൻ ഇടവരുത്തണം. അവർക്ക്
വേണ്ടി പ്രാർത്ഥിക്കണം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഫൗസ്റ്റീന പിന്നീട് പറയുക, ഞാൻ എന്നും എൻ്റെ കുടുംബത്തിലെ അംഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അധിക സമയമല്ല, ബാക്കിയുള്ളവരെ മറന്നു പോകുന്ന രീതിയിലുള്ള പ്രാർത്ഥനയല്ല, പക്ഷേ വീട്ടിലുള്ളവർക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക്, സഹോദരങ്ങൾക്കൊക്കെ വേണ്ടി എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ അവരെല്ലാവരും കരഞ്ഞു പോയി എന്നാണ് പറയുന്നത്. ഫൗസ്റ്റീന ഈ ഭവന സന്ദർശനം കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് അവധി കഴിഞ്ഞിട്ട് തിരിച്ച് മഠത്തിലേക്ക് പോരുമ്പോൾ അവരെല്ലാവരും നിന്ന് കരഞ്ഞു എന്നാണ് പറയുന്നത്. അത്രയധികം ഒരു പ്രാർത്ഥനയുടെയും ഒരു ആധ്യാത്മികതയുടെയും അനുഭവം ഫൗസ്റ്റീനയ്ക്കുണ്ടായിരുന്നു. ഫൗസ്റ്റീനയെ കാണുന്നവർക്കൊക്കെ ഈശോയെ കാണാൻ പറ്റുമായിരുന്നു. ഫൗസ്റ്റീനയുടെ മനസ്സിൽ എപ്പോഴും ഒരു പ്രാർത്ഥനയുണ്ട്, അങ്ങ് എനിക്ക് തന്നവർ. പ്രിയമുള്ള സഹോദരങ്ങളെ, എത്ര വേദനയുടെ അനുഭവമാണെങ്കിലും കർത്താവ് തന്നവരാണ് ഇവരെന്ന് ബോധ്യം വരുമ്പോൾ കർത്താവിൻ്റെ ആ കൃപയിൽ നമുക്ക് നിലനിൽക്കാൻ പറ്റും. ഞാൻ ഓർക്കുന്നു, ഒരു സഹോദരൻ വന്നിട്ട് എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞത്, സിസ്റ്ററെ, എൻ്റെ ഭാര്യ മാനസിക രോഗിയാണ്. ഈ ഭാര്യയെ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് ഒരു ധ്യാനത്തിൽ പങ്കെടുക്കാൻ പോലും എനിക്ക് പറ്റുകയില്ല. അങ്ങനെ ഒരു ദിവസം പോലും വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുകയില്ല. വേറെ ആര് സഹായിച്ചാലും ഭാര്യയ്ക്ക് തൃപ്തി വരികയില്ല. ഞാൻ തന്നെ വീട്ടിൽ അടുത്തുണ്ടാകണമെന്ന് വാശിയാണ്. ചില സമയങ്ങളിൽ വല്ലാതെ വയലൻ്റ് ആവും. ചില സമയത്ത് ആർക്കും സമീപിക്കാൻ പറ്റുകയില്ല. പുറമേ പറയാൻ പറ്റുമോ? പറ്റുകയില്ല. മനസ്സിൽ ഒതുക്കുകയാണ് ഈ സങ്കടം മുഴുവൻ. ഈ സഹോദരൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു, സിസ്റ്റർ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ? എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരു തളർച്ചയുള്ള പോലെ തോന്നുന്നു. എനിക്ക് അല്പം കൂടെ ഈശോയെ സ്നേഹിക്കണം. എനിക്ക് പരാതിയില്ലാതെ സ്നേഹിക്കണം. എനിക്ക് പ്രായമാകും തോറും എൻ്റെ ശരീരത്തിന് ക്ഷീണം വരുന്നു. എനിക്ക് ജോലികൾ മുഴുവൻ ചെയ്തു തീർക്കാൻ പറ്റുന്നില്ല. ഭാര്യയെ എനിക്ക് വേണ്ട രീതിയിൽ സഹായിക്കാൻ പറ്റുന്നില്ല. എൻ്റെ മനസ്സിൽ ചെറിയ അസ്വസ്ഥതകളുണ്ട്. ഈ സഹോദരൻ പറഞ്ഞു, കർത്താവ് തന്നതാ എനിക്ക് എൻ്റെ ഭാര്യയെ. എൻ്റെ ഭാര്യ ഒരിക്കലും ഞാൻ വേദനിപ്പിക്കില്ല. എൻ്റെ ഭാര്യയുടെ കണ്ണ് നിറയാൻ ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല. എൻ്റെ കർത്താവ് എനിക്ക് തന്നതാണ് ഈ വ്യക്തിയെ. എൻ്റെ കർത്താവ് എൻ്റെ കൈകളിൽ ഏൽപ്പിച്ചുവെങ്കിൽ കർത്താവിനൊരു പദ്ധതിയുണ്ട്. ഞാനത് മനസ്സിലാക്കുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് വേദനകൾ സമ്മാനിക്കുന്നവർ അനേകരുണ്ടാവും. ഓർത്തു നോക്കിയേ, അവരെയൊക്കെ ഈശോ തന്നതാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് എളുപ്പം സാധിക്കട്ടെ. സത്യത്തിൽ എനിക്ക് ഉയർച്ചകളുണ്ടാകുമ്പോൾ നമ്മുടെ കൂട്ടുകാർ, സുഹൃത്തുക്കൾ നമ്മളെ അവർ മനസ്സിലാക്കും. എനിക്ക് എത്രത്തോളം കഴിവുണ്ടെന്ന് അവർ മനസ്സിലാക്കും. ഞാനൊരു തകർച്ചയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ആരാണ് എൻ്റെ സുഹൃത്തെന്ന്. എന്ന് പറഞ്ഞാൽ ആരാണ് എൻ്റെ ഒപ്പം നിൽക്കുക എന്നുള്ളത് മനസ്സിലാക്കാൻ എനിക്കൊരു തകർച്ചയുടെ അനുഭവം ഉണ്ടായാൽ മതി. എനിക്ക് വേദനിക്കുമ്പോൾ, എനിക്ക് സഹനങ്ങളിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ എൻ്റെ യഥാർത്ഥത്തിൽ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ സുഹൃത്ത് അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ളവർ അവരെൻ്റെ അടുത്തുണ്ടാവും. എൻ്റെ വലിയ വേദനയിൽ എന്നെ ആശ്വസിപ്പിക്കാനും ഫലപ്പെടുത്താനും. പ്രിയമുള്ളവരെ, ലോകത്ത് ഇന്ന് ഇങ്ങനെയുള്ള വ്യക്തികളെയൊക്കെ കാണാൻ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മളെ സ്നേഹിക്കാനോ മനസ്സിലാക്കാനോ ഒക്കെ ഇന്ന് അങ്ങനെയുള്ളവരെ കാണാൻ വലിയ ബുദ്ധിമുട്ടാണ്. പരമാവധി ഊറ്റിയെടുത്തിട്ട് അവസാനം കറിവേപ്പില പോലെ വലിച്ചെറിയണ അനുഭവം ഉണ്ടാകുമ്പോൾ ചങ്ക് പൊട്ടുന്ന വേദന ഒരു പക്ഷേ നിനക്കുണ്ടാവും. ഓർക്കണം, കർത്താവ് തന്നതാണ് ഇവരെ. ഈ വേദന നിനക്ക് ദൈവം അനുവദിച്ചതാണ്. ഈ പരാജയം, ഈ വീഴ്ച കർത്താവ് നിനക്ക് സമ്മാനിച്ചതാണ്. അങ്ങ് എനിക്ക് തന്നവർക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഈശോ പ്രാർത്ഥിച്ചില്ലേ? വേദന സമ്മാനിക്കുന്നവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. ആരൊക്കെ നിന്നെ തഴഞ്ഞുവോ, ആരൊക്കെ നിന്നെ തിരസ്കരിച്ചുവോ, ആരൊക്കെ നിന്നെ തള്ളിപ്പറഞ്ഞുവോ, അവർക്കൊക്കെ വേണ്ടി നീ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഒരാളെപ്പോലും മാറ്റി നിർത്തിയേക്കല്ല്. ഈശോ ഉത്ഥാനം ചെയ്തതിന് ശേഷം എല്ലാ ശിഷ്യന്മാരുടെ അരികിലും പ്രത്യക്ഷപ്പെട്ടു. എല്ലാവരെയും കണ്ടു, സംസാരിച്ചു. ഒരാളെപ്പോലും മാറ്റി നിർത്തിയില്ല. നിങ്ങളൊക്കെ ഇട്ടിട്ട് പോയതല്ലേ, അന്ന് അവിടെ നിൽക്ക് ഇല്ല. ഈശോ എല്ലാവരുടെയും മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്. അങ്ങ് എനിക്ക് തന്നവർക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കണം. ഈശോയെ, എൻ്റെ മനസ്സിൽ എനിക്കിഷ്ടമുള്ളവരെ മാത്രമല്ല, എൻ്റെ ആശയങ്ങളോട് ചേർന്ന് പോകുന്നവർ മാത്രമല്ല, എന്നെ മനസ്സിലാക്കി എന്നെ അംഗീകരിച്ച് പ്രോത്സാഹിപ്പിച്ച് സ്നേഹം തരുന്നവരെ മാത്രമല്ല, എല്ലാവരെയും സ്നേഹിക്കാൻ, അങ്ങ് എനിക്ക് തന്ന ശത്രുക്കളെയും മിത്രങ്ങളെയും, അങ്ങ് എനിക്ക് തന്ന കൂട്ടുകാരെയും, എൻ്റെ പ്രശ്നങ്ങൾ ഒരുപാടുള്ള എൻ്റെ സഹോദരങ്ങളെയും അങ്ങ് എനിക്ക് തന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അവരെ സഹായിക്കാൻ എന്നെ ബലപ്പെടുത്തണമേന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു നിമിഷം ഒന്ന് കണ്ണുകളടച്ച് കർത്താവിൻ്റെ ശക്തിക്കായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, പരാതിയില്ലാതെ, പിറുപിറുപ്പില്ലാതെ അങ്ങ് എനിക്ക് തന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അവരെ അപകടങ്ങളിൽ നിന്നും രോഗപീഠകളിൽ നിന്നും അവരെ മോചിപ്പിക്കണമേ എന്നും അവരെ സംരക്ഷിക്കണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.